മഴ തോരും മുൻപിൽ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാൻലി ബാലചന്ദ്രൻ്റെ അടുത്തും അലീനയുടെ അടുത്തും പറയുന്നുണ്ട് എന്തെങ്കിലും വന്ന് കഴിച്ചിട്ട് പോകാം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ളതല്ലേ, നല്ല ദൂരമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴും ഞാനും കോഫിയൊക്കെ കഴിച്ചായിരുന്നല്ലോ, അതുപോലെയാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് കുറേ നിർബന്ധിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട് അച്ഛാ ചായ കുടിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന പറഞ്ഞതുകൊണ്ട് ബാലചന്ദ്രനും അലീനയും കൂടെ ചായ കുടിക്കാൻ ചെന്ന് ഇരിക്കുകയാണ്. അന്നേരം പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവർക്ക് ടീ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആൻ്റപ്പനെ വിളിക്കുന്നുണ്ട്. ആൻ്റപ്പനെ വിളിച്ചിട്ട് പറയാണ് ഇത് ആൻ്റപ്പൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കും, ഇത് ബൈജു എൻ്റെ ഡ്രൈവറാണ്, ഇത് ഇവിടുത്തെ കുക്ക് പൗലോസ്, ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അലീനയ്ക്കും ബാലചന്ദ്രനും. അപ്പം എന്നിട്ട് അവരുടെ മൂന്നുപേരുടെ പറയാണ് ഇത് അലീന എൻ്റെ മകളാണ്. ഇത് കേൾക്കുമ്പോൾ അവരൊന്നും ഞെട്ടുന്നുണ്ട്. 23 വർഷത്തിന് എനിക്ക് മറ്റൊരു സ്ത്രീയിലുണ്ടായ മോളാണ് അലീന. ഇത് എനിക്ക് എൻ്റെ മോളെ കാണിച്ചു തന്ന ആൾ ബാലചന്ദ്രൻ പാലക്കാരനാണ് എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രനും അതുപോലെ അലീനയും ഞെട്ടുന്നുണ്ട്. കേട്ടോണ്ടിരിക്കുന്ന ആൻഡ്രൂസും പൗലോസും ഒക്കെ ഞെട്ടുന്നുണ്ട്. സ്റ്റാൻലിക്ക് ഒരു ഭാവഭേദവും ഇല്ല. സ്റ്റാൻലി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിയെ ഇങ്ങനെ ബാലചന്ദ്രൻ നോക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം ഇവരുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇവർ മൂന്നുപേരും പല കഥകളും ഉണ്ടാക്കും, പിന്നെ അതിൻ്റെ പുറകെ നടക്കണം, അതിനൊക്കെ നല്ല സത്യസന്ധമായ കാര്യം അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ വേറെ ഒരു കാര്യവും ചെയ്യേണ്ട, ടി വി കാണുകയോ ബുക്ക് വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി, അല്ലാതെ ഒരു കാര്യവും ചെയ്യേണ്ട, ഒരു ജോലിയും ചെയ്യേണ്ട എന്ന് അലീനയുടെ അടുത്തും ബാലചന്ദ്രൻ്റെ അടുത്തും സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടല്ലോ ഇവിടെ ഒരു ജോലിയില്ല, ആഹാരം എന്തെങ്കിലും കഴിച്ച് വെറുതെ ഇരുന്നാൽ മതിയെന്ന് അലീനയോട് പറയുന്നുണ്ട്. അലീനയുടെ മുഖത്താണെങ്കിൽ നല്ല ഭയമുണ്ട്, എന്തൊക്കെയോ വരാൻ പോകുന്ന പോലെ ഒരു ഭയത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് അലീന. ആകപ്പാടെ പേടിച്ച് വിറച്ച് അവിടുത്തെ അന്തരീക്ഷം തന്നെ അലീനയെ പേടിപ്പെടുത്തുവാണ്. പിന്നെ കൂട്ടുകൂടാൻ എൻ്റെ കുറേ പട്ടികളുമുണ്ട്, അവരുടെ അടുത്ത് സൗഹൃദം കൂടാം, അത് വഞ്ചിക്കത്തില്ല എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അലീന ഇതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവിടുന്ന് ബാലചന്ദ്രൻ ഇറങ്ങാൻ പോവാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ആകപ്പാടെ ഭയമാവുന്നുണ്ട്. ബാലചന്ദ്രൻ സ്റ്റാൻലി അടുത്ത് പറയാണ് എൻ്റെ ഊന്നുവടിയാണ് ഇവള്, എൻ്റെ ശക്തിയാണ് ഇവള്, ഇവളെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്, നിങ്ങൾ നന്നായിട്ട് നോക്കണം എൻ്റെ മോളെ എന്ന് ബാലചന്ദ്രൻ കുറച്ച് സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പം അലീനയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. എൻ്റെ ഊന്നുവടി ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവുക, എപ്പോഴാണ് ഇനി ഞാൻ വീഴുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് കേൾക്കുമ്പം അലീനയുടെയും കണ്ണ് നിറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലി ഇങ്ങനെ ബാലചന്ദ്രനെ അലീനയും നോക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങുക സ്റ്റാൻലി, എൻ്റെ മോളുടെ കണ്ണ് നിറയാൻ പാടില്ല, അവളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഉണ്ടാവല്ലേ, നിങ്ങൾക്ക് വേണ്ടാന്ന് എപ്പോൾ തോന്നിയാലും നിങ്ങൾ എന്നെ വിളിക്കണം, ഞാൻ വന്ന് എൻ്റെ മോളെ കൊണ്ടുപോയിക്കോളാം എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയാണ്. ബാലചന്ദ്രൻ അവിടുന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പം തന്നെ അലീനയ്ക്ക് ആകപ്പാടെ ഭയമാവുന്നുണ്ട്. അങ്ങനെ യാത്ര പറഞ്ഞ് ബാലചന്ദ്രൻ അവിടുന്ന് ഇറങ്ങിയാണ്. അലീന കൂടെ ചെല്ലുന്നുണ്ട്. അങ്ങനെ കാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ അലീനയൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ കണ്ണ് സങ്കടപ്പെട്ട് കണ്ണീര് വരികയാണ്. അപ്പം അലീന പറയാണ് അച്ഛൻ പോവുകയാണോ, പിന്നെ പോണ്ടായോ, എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ, മോളെ പപ്പ എടുത്ത് ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്, പിന്നെ എന്താ അച്ഛാ, എനിക്ക് ആകപ്പാടെ ഭയമാവുന്നു, ഇവിടെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എന്നെ എന്തോ കാട്ടിൽ കൊണ്ടുവന്ന് അച്ഛൻ എന്നെ വിട്ടിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഒറ്റപ്പെട്ടു പോന്നു, അച്ഛനും കൂടെ പോകുമ്പോൾ എനിക്ക് ആകപ്പാടെ ഭയമാവുന്നുണ്ടെന്നൊക്കെ അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോള് പേടിക്കണ്ട, എന്തൊക്കെ പറഞ്ഞാലും അത് നിൻ്റെ പപ്പയാണ്, നിന്നെ അതുപോലെ തന്നെ നോക്കിക്കോളും, ഇവിടെ നീ സുരക്ഷിതയായിരിക്കും എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം അലീനയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെയും വിഷമത്തോടെയും ബാലചന്ദ്രൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയുടെ കൊത്തിങ്ങനെ തല ഓടിക്കൊണ്ട് പറയാണ് മോളെ എല്ലാത്തിനും താങ്ക്സ്, എല്ലാ കാര്യത്തിനും താങ്ക്സ് എന്ന് പറയുകയാണ്, നീ എൻ്റെ ഊന്നുവടിയായിരുന്നു, അത് ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്, ഇനി എപ്പോഴാണ് ഞാൻ വീഴുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയാണ്, എല്ലാത്തിനും നിന്നോട് താങ്ക്സ് ഉണ്ടെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയുടെ കണ്ണ് നിറയാണ്. അച്ഛൻ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവുകയാണോ എന്ന് അലീന വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയല്ല, നിനക്ക് എന്തുണ്ടെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ യാത്ര പറഞ്ഞ് ബാലചന്ദ്രൻ ഇറങ്ങിയാണ്. അലീനയ്ക്ക് നല്ല സങ്കടത്തോടെ കരയാണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെയും കണ്ണൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അവിടുന്ന് വണ്ടിയെടുത്ത് പോവുകയാണ്. അപ്പം അലീന അവിടെ സങ്കടത്തോടെ കരഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ആൻ്റപ്പൻ അങ്ങോട്ട് വന്നിട്ട് സാറ് വിളിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അലീനയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പം അങ്ങോട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ആൻ്റപ്പൻ്റെ അടുത്ത് സ്റ്റാൻലി പറയുന്നുണ്ട് അലീനയ്ക്ക് വേണ്ടുന്ന മുറി കാണിച്ചു കൊടുക്കുക, അലീനയ്ക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുക എന്ന് ആൻ്റപ്പൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ സ്റ്റാൻലി പപ്പയാണെന്ന് മനസ്സിലാക്കിയിട്ടും സ്റ്റാൻലിയോട് ഒരു ഇഷ്ടമൊന്നും തോന്നുന്നില്ല, എന്തോ ഒരു അകൽച്ച മാത്രമാണ് തോന്നുന്നത്.
അങ്ങനെ ആൻ്റപ്പനാണെങ്കിൽ മുറി കാണിച്ചു കൊടുക്കുകയാണ്. വലിയൊരു മുറി, എല്ലാ സൗകര്യങ്ങളുള്ള വലിയ മുറി. അലീന ഇങ്ങനെ ഞെട്ടലോടെ അത് നോക്കുകയാണ്. അപ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഇതാണ് മോളുടെ മുറി, ഈ മുറി തരാനാണ് സാറ് പറഞ്ഞ്, എന്തെങ്കിലും സൗകര്യക്കുറവുണ്ടെങ്കിൽ പറയണം, എന്ത് വേണമെങ്കിലും പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീന തലയാട്ടുന്നുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പോഴേ എല്ലാ കാര്യവും റെഡിയായിക്കോളാം. എന്തെങ്കിലും കുറവുണ്ടെന്ന് സാറിന് തോന്നിക്കഴിഞ്ഞാൽ സാറ് എന്നെ വെച്ചേക്കത്തില്ല മോളെ എന്ന് പറയുകയാണ്. ഞാൻ നോക്കിക്കോളാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് അലീന പറയുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി അങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റാൻലി കാണുമ്പം അലീന പെട്ടെന്ന് വിഷമത്തോടെ കുനിഞ്ഞിരിക്കുകയാണ്. അലീനയ്ക്ക് ഡ്രസ്സുകളൊക്കെ വേണ്ടേ, ഡ്രസ്സുകളൊക്കെ നമുക്ക് പോയി വാങ്ങിക്കാം. ഏത് തരം ഡ്രസ്സ് വേണം, എന്തോ വേണമെന്നൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചു വെക്കാഞ്ഞത്. അലീന വന്നിട്ട് പോയി വാങ്ങിക്കാം എന്ന് വിചാരിച്ചു എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം അലീന പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് ഡ്രസ്സുണ്ട്, എനിക്കത് മതി. പണ്ട് കീറി പറഞ്ഞ തുണിയിട്ട സമയത്തും ഒരു ഡ്രസ്സ് മാറിയിടാൻ പോലും ഇല്ലാത്ത സമയത്തും എനിക്ക് ഡ്രസ്സുകളൊന്നും കിട്ടിയിട്ടില്ല. പുത്തൻ ഡ്രസ്സുകളോ വില കൂടിയ ഡ്രസ്സുകളൊന്നും കിട്ടിയില്ല. അന്ന് കിട്ടാത്തതൊന്നും ഇനി എനിക്ക് വേണ്ട എന്ന് അലീന കുറച്ച് നീരസത്തോടെ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിക്ക് കുറച്ച് വിഷമമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഒരാവശ്യമില്ല. പിന്നെ അച്ഛൻ എനിക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു തന്നിട്ടുണ്ട്, അത് മതി എന്ന് സ്റ്റാൻലി അടുത്ത് അലീന പറയുന്നുണ്ട്. സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട് അലീന തന്നോട് നീരസം കാണിക്കുകയാണെന്നും എന്തോ ഒരു ഇഷ്ടക്കുറവ് തന്നോടുണ്ടെന്നും ഒരു പിണക്കമുണ്ടെന്നും ഒക്കെ സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. അലീന അതുപോലെയാണ് സ്റ്റാൻലിയോട് പെരുമാറുന്നത്. ഉടനെ സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, എന്ത് കാര്യം വേണമെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും ആൻ്റപ്പനടുത്ത് പറഞ്ഞാൽ മതി, ആൻ്റപ്പൻ അത് ചെയ്തു തരും. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, എവിടെയെങ്കിലും പോകണമെങ്കിൽ അതും പറഞ്ഞാൽ മതി എന്ന് അലീന അടുത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി പറയുന്നതൊക്കെ കേട്ട് അലീന തലയാട്ടുകയാണ്. അങ്ങനെ സ്റ്റാൻലിയുടെ പുതിയ സാമ്രാജ്യത്തിലേക്ക് അലീന വരികയാണ്. പുതിയ പ്രശ്നങ്ങളും പുതിയ സങ്കടങ്ങളും ദുഃഖങ്ങളും ഏറ്റുവാങ്ങാനായി അലീന സ്റ്റാൻലിയുടെ സാമ്രാജ്യത്തിൽ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു നീരസവും സ്റ്റാൻലിയോട് അലീന കാണിക്കുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ പോകുന്ന വഴിയിലെല്ലാം അലീനയുടെ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയെ ഒരിക്കലും വിട്ടുപിരിയേണ്ടി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ബാലചന്ദ്രനില്ലായിരുന്നു. അലീനയായിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടു പോവുകയാണ്. തനിക്ക് ഏറ്റവും കരുത്തായിരുന്ന അലീന നഷ്ടപ്പെട്ടത് ആ വിഷമവും ബാലചന്ദ്രനുണ്ട്. ഈ സമയത്ത് നെടുമ്പുരയ്ക്കൽ തിരിച്ചു വന്ന വൈജയാണെങ്കിൽ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം കൃഷ്ണയടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തോ? രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞ് അവളുടെ സാധനങ്ങളെല്ലാം കത്തിച്ച് കളഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയാണ്, പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കത്തിച്ച് കളഞ്ഞോന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അമ്മയ്ക്ക് എന്താ, ചേച്ചിയുടെ എന്തെങ്കിലും സാധനം ഇവിടെ ഇരിക്കുന്നതെന്നും പറഞ്ഞ് അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ വൈജ പറയുന്നുണ്ട്, അവളുടെ ഒരു സാധനം ഇനി ഇവിടെ വേണ്ട, ഇതിപ്പം എൻ്റെ വീടായി, അവൾ കൈക്കലാക്കി വെച്ചിരുന്നതാണ്, ഇതിപ്പോൾ എൻ്റെ വീടായി ഞാൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അവളുടെ ഒരു സാധനവും വേണ്ട എന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന ബബിത പറയാണ്, അങ്ങനാണെങ്കിൽ ഈ വീട് മൊത്തവും കത്തിക്കേണ്ടി വരും, ഈ വീട്ടിലെ എല്ലാ കാര്യവും ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറയാണ്. അപ്പോഴേ വൈജയാണെങ്കിൽ ബബിത എടുത്ത് അങ്ങ് ചൂടാവുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ട്, വന്നിടം തൊട്ട് നിനക്ക് എന്നോടൊരു തർക്കോത്തരം പറച്ചില്ല, അത് ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്നും പറഞ്ഞ് ബബിതയെ പേടിപ്പിക്കുന്നുണ്ട്.